ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ദിവ്യമായ ആ പരമചൈതന്യം ചലനാത്മകമായതോടെ അത് പരിണാമത്തിന് വിധേയമാകുന്നു. അതിൻ്റെ പരിണാമമാണ് ഈ ജഗത് പദാർത്ഥങ്ങൾ എല്ലാം തന്നെ. ജഗത്തിലെ സർവവും ഒരിന്ദ്രിയങ്ങളെ കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത ആ പരമചൈതന്യം പരിണമിച്ചുണ്ടായതാണ്. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. പഞ്ചഭൂതങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ദേഹമാകുന്ന ഉപാധിയുണ്ടാക്കി. ആ ഉപാധിയിൽ താൻ ആ പരമാത്മാവ് തന്നെ പ്രവേശിച്ചു. ഇന്ദ്രിയദ്വാര പുറത്തേക്ക് നോക്കിയതോടുകൂടി താൻ ആരാണെന്ന പരമസത്യം മറന്നുപോയി. പിന്നെ ദേഹസ്ഥനായ ജീവൻ, അതായത് ഈശ്വരൻ ദേഹത്തിലായതോടുകൂടി ജീവനായി മാറുന്നു. ദേഹസ്ഥനായ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം മറന്ന് താൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് ദേഹിയാമാത്മാവിനെ ദേഹത്തിൽ ആരോപിച്ചു മോഹിതരായി മർത്യർ ഓതുന്നു ഞാനിത്തം. ദേഹിയാമാത്മാവിനെ, ഈ ശരീരത്തിൽ ദേഹത്തിലിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ ദേഹമായിട്ട് തെറ്റിദ്ധരിച്ചു. ദേഹിയാമാത്മാവിനെ ദേഹത്തിൽ ആരോപിച്ചു മോഹിതരായി മർത്യർ ഓതുന്നു ഞാനിത്തം. ദേഹിയാമാത്മാവിനെ, ദേഹിയാകുന്ന ആത്മാവിനെ ദേഹത്തിലാരോപിച്ചു. ഈ ദേഹമാണ് ഞാനെന്ന് ആരോപിച്ചു. ദേഹസ്ഥനായിരിക്കുന്ന ദേഹത്തിൻ്റെ നാഥൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ദേഹിയാമാത്മാവിനെ ദേഹത്തിലാരോപിച്ചു മോഹിതരായി മർത്യർ, മോഹത്തിന് വിധേയരായിക്കൊണ്ട് ഓരോ മനുഷ്യനും പറയുന്നു ഈ ദേഹത്തെ ഞാൻ എന്ന്. ഞാൻ ഈ ദേഹമാണ് എന്ന് പറയൽ മാത്രമല്ല, തൻ്റെ ബോധവും അതുതന്നെയാണ്. ബുദ്ധിയും അതിൽ ഉറച്ചിരിക്കുന്നു. ദേഹസ്ഥനായിരിക്കുന്ന നാം ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ എല്ലാ വിപത്തുകൾക്കും കാരണമായിരിക്കുന്നത്. തൻ്റെ സ്വരൂപത്തെ മറന്നുപോയി. ഇനി എടാകൂടത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടണമെങ്കിൽ താൻ ആരാണെന്ന പരമസത്യം ബോധിക്കണം. നാം ഓരോരുത്തരും ദേഹമല്ല, ദേഹസ്ഥനായ ദേഹിയാണ്. ദേഹി തന്നെയാണ് ആത്മാവ് എന്നും ബോധിച്ച് അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ എല്ലാ അനർത്ഥങ്ങളും ഇല്ലാതെയാകുന്നു. ഒരാൾ സ്വപ്നങ്ങൾ കാണുകയാണ്. താൻ തൻ്റെ കിടക്കയിൽ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സൂക്ഷ്മലോകത്തെ സ്വപ്നാനുഭവങ്ങൾ കണ്ടപ്പോൾ താൻ തെരുവിലൂടെ തണ്ടി നടക്കുകയും നാട്ടുകാരെല്ലാം പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തൻ്റെ കൈകളിലും കാലുകളിലും പുറത്തും അടിക്കുകയും ചെയ്യുന്നു. അടികൊണ്ട് പുളഞ്ഞ് ഓടി പലയിടത്തും അഭയത്തിനായി ഓടിയെങ്കിലും എവിടെയും അഭയം കിട്ടിയില്ല. അവസാനം പെട്ടെന്നങ്ങ് ഉണർന്നു കഴിഞ്ഞപ്പോൾ അടിയുടെ പാടോ തെരുവോ തൻ്റെ വേദനയോ എല്ലാം അസ്തമിച്ചു. താൻ സുരക്ഷിതനായി തൻ്റെ മുറിയിൽ കിടക്കയിൽ കിടക്കുന്നു. ആ തെരുവിലൂടെ
അടികൊണ്ട് പുളയുമ്പോൾ ആ അടിയുടെ വേദനയിൽ നിന്നും ആ ദുഃഖത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയി രക്ഷിക്കുകയോ? എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഉണരുക എന്നതാണ്. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഒന്നും തന്നെ ഇല്ല, താൻ സുരക്ഷിതനാണ്, താൻ തൻ്റെ മുറിയിൽ ഉറങ്ങുന്നു എന്ന് ബോധ്യമാകും. ഏറ്റവും വലിയ സുരക്ഷ ആ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഉണരലാണ്. അരക്ഷിതാവസ്ഥയാകുന്ന സ്വപ്നത്തിൽ നിന്നും ഉണർന്നപ്പോൾ താൻ യഥാർത്ഥത്തിൽ സുരക്ഷിതനാണെന്ന ബോധം നമുക്കുണ്ടാകുന്നു. പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്രകാരമാണ് ഈ ജാഗ്രത അവസ്ഥയിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ ക്ലേശങ്ങളും. ഈ ക്ലേശത്തിൽ നിന്നെല്ലാം മോചിതനാകണമെങ്കിൽ നാം പരമസത്യത്തിലേക്ക് ഉണരേണ്ടിയിരിക്കുന്നു. പരമമായ സത്യത്തിലേക്ക് ഉണരുമ്പോൾ നമുക്ക് ബോധ്യം വരും, ഇതെല്ലാം സ്വപ്ന സമാനമാണ് എന്ന്. മൽപ്രാണനും വരനുമൊന്നെന്നുറപ്പവന് ത്വൽപ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവനോടൊക്കും ഹരിനാരായണായ നമഃ. ഇതാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ രേഖപ്പെടുത്തിയത്. എൻ്റെ പ്രാണനും ഈശ്വരനും ഒന്നാണ് എന്ന് ബോധിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ലോക വൈഭവങ്ങൾ ഓരോന്നും സ്വപ്നത്തിൽ കണ്ട അനുഭവം പോലെ മാത്രമാണ്. സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ സ്വപ്നം കണ്ട വസ്തുവിന് എപ്രകാരം അസ്തിത്വമില്ലയോ അപ്രകാരം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കൊന്നിനും അസ്തിത്വമില്ല എന്ന് മനസ്സിലാവും. ഇതൊന്നും ഉള്ളതല്ല, ഉള്ളതായി തോന്നിപ്പിക്കുന്നതാണ്. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതുള്ളിലുള്ളത് ഉള്ളതായി തോന്നിപ്പിക്കും, തോന്നലിൽ ജീവിപ്പിക്കും. ഉള്ളുണർന്നറിയുമ്പോൾ ഉണ്മയിൽ ഇതിനേതും. ദേഹിയാമാത്മാവിനെ ദേഹത്തിൽ ആരോപിച്ചു മോഹിതരായി മർത്യർ ഓതുന്നു ഞാനിത്തം. ഞാൻ എന്നത് ആ പരമാത്മാവായിരിക്കെ ഈ ദേഹമാണ് ഞാൻ എന്ന് മോഹിതരായിട്ട് പറയുകയാണ്.